2023-24 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി നിർണയം. 2023 കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒരു നികുതിദായകൻ അല്ലെങ്കിൽ റെസിഡന്റ് ഇൻഡിവിജ്വൽ ന്യൂ റെജിം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നികുതി വിധേയ വരുമാനം 7 ലക്ഷം രൂപ അധികരിക്കുന്നില്ല എങ്കിൽ സെക്ഷൻ 87A അനുസരിച്ച് 25,000 രൂപ വരെ റിബേറ്റ് ലഭിക്കും. 2022-23 സാമ്പത്തിക വർഷം ഇത് 12,500 രൂപയും നികുതി വിധേയ വരുമാനം 5 ലക്ഷം രൂപയും ആയിരുന്നു. എന്നാൽ പാർലമെന്റിൽ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ ന്യൂ റെജിം ഓപ്റ്റ് ചെയ്യുന്നവർക്കായുള്ള സെക്ഷൻ 87A ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു. മാറ്റം ഇങ്ങനെയാണ്: 1. ഒരു നികുതിദായകന്റെ നികുതി വിധേയ വരുമാനം 7 ലക്ഷം അധികരിക്കുന്നില്ല എങ്കിൽ സെക്ഷൻ 87A അനുസരിച്ച് 25,000 രൂപ വരെ റിബേറ്റ്. 2. നികുതി വിധേയ വരുമാനം 7 ലക്ഷം അധികരിച്ചാൽ അദ്ദേഹത്തിന് സെക്ഷൻ 87A സ്ഥാനത്ത് മാർജിനൽ റിലീഫ് ലഭിക്കും. 7 ലക്ഷം രൂപയിൽ അധികം വരുമാനമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മാർജിനൽ റിലീഫ് ലഭിക്കുന്നതെന്ന് നോക്കാം. 1. 7 ലക്ഷം രൂപയിൽ അധികമുള്ള വരുമാനത്തിൽ നിന്നും 7 ലക്ഷം രൂപ കുറയ്ക്കുക. ഉദാഹരണം, ഒരാളുടെ നികുതി വിധേയ വരുമാനം 7,10,000 രൂപ ആയാൽ ഇതിൽ നിന്നും 7 ലക്ഷം രൂപ കുറച്ചാൽ കിട്ടുന്ന തുക, അതായത് 10,000. 7,10,000 മൈനസ് 7 ലക്ഷം 10,000. 2. മൊത്തം വരുമാനത്തിന്റെ നികുതി കാണുക. ഉദാഹരണത്തിന് 7,10,000 രൂപയുടെ നികുതി 26,000 രൂപ. സ്ലാബ് റേറ്റ് ഒക്കെ അവൈലബിൾ ആണ്, അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 3. മാർജിനൽ റിലീഫ് അങ്ങനെയാണെങ്കിൽ മൊത്തം വരുമാനത്തിന്റെ നികുതി എന്ന് പറയുന്നത് 26,000 മൈനസ് മൊത്ത വരുമാനത്തിൽ നിന്നും 7 ലക്ഷത്തിലധികമുള്ള തുക എത്രയാണ്? 10,000 രൂപയാണ്. ഈ പറഞ്ഞ 26,000 രൂപയിൽ നിന്നും 10,000 രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്നു 16,000 രൂപ. ഇവിടെ മാർജിനൽ റിലീഫ് ആയിട്ട് 16,000 രൂപയാണ് ലഭിക്കുക. ഇവിടെ 7,10,000 രൂപയുടെ മൊത്തം നികുതി 26,000 രൂപ. 87A മാർജിനൽ റിലീഫ് 16,000, ബാക്കി വരുന്ന 10,000 രൂപയും അതിന്റെ സെസ് 4% നികുതി ബാധ്യതയായി വരും. മാർജിനൽ റിലീഫ് ഏത് വരുമാനം വരെ ലഭിക്കും? മൊത്തം വരുമാനത്തിന്റെ നികുതിയേക്കാൾ കുറവാണ് 7 ലക്ഷത്തിലധികം വരുന്ന തുകയെങ്കിൽ അവിടെ മാർജിനൽ റിലീഫ് ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് ITR-1 ഫയൽ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിനായിട്ടാണ് അതിന് മുന്നോടിയായിട്ട് 2023-24 ബജറ്റിലെ ന്യൂ റെജിം ഇൻകം ടാക്സിനെ പറ്റി നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് ITR-1 ഫയലിംഗ് എങ്ങനെയാണെന്ന് നോക്കിയാലോ? പോകാം നമുക്ക് അതിന്റെ സ്റ്റെപ്പുകളിലേക്ക്. എങ്ങനെയാണ് ആദായ നികുതി റിട്ടേൺ ITR-1 സ്വയം ഫയൽ ചെയ്യുന്നത്? 1. https://www.incometax.gov.in എന്ന പോർട്ടലിൽ യൂസർ ID, പാസ്വേഡ് എന്നിവ നൽകി പോർട്ടലിൽ കയറുക. 2. ഫയൽ നൗ എന്ന മെനു അസസ്മെന്റ് ഇയർ 2023-24 സെലക്ട് ചെയ്യുക. ഓൺലൈൻ മോഡ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഫയൽ മെനു ക്ലിക്ക് ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺസ് സെലക്ട് ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ അസസ്മെന്റ് ഇയർ 2023-24 സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓൺലൈൻ മോഡ് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇത് ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ കാര്യമാണ് പറയുന്നത്, അതാണ് 23-24 എന്ന് പറഞ്ഞ്. അടുത്ത് ഈ വർഷത്തെ വിവരങ്ങൾ ആദ്യമായി നൽകുന്നുവെങ്കിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ വിവരങ്ങൾ നൽകി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്യൂം ഫയലിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നികുതിദായകൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആണെന്ന് കാണിക്കും കണ്ടിന്യൂ ബട്ടൺ
ക്ലിക്ക് ചെയ്യുക. 4. ITR ഫോമിൽ ITR 1 സെലക്ട് ചെയ്ത് പ്രൊസീഡ് വിത്ത് ITR 1 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 5. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 6. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ കാരണം ചോദിക്കും. അതിന് ഉത്തരമായി ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് മെനു ടിക്ക് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുക്കുക. 7. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 8. പേഴ്സണൽ ഇൻഫർമേഷൻ പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്നതിനായി പേഴ്സണൽ ഇൻഫർമേഷൻ മെനു ക്ലിക്ക് ചെയ്യുക. അതിൽ എ നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബി ചെയ്യുക. ന്യൂ റെജിം ഓപ്റ്റ് അണ്ടർ സെക്ഷൻ 115 BAC ചെയ്യുന്നുവെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. സി എന്ന് പറയുന്നത് നൽകിയിരിക്കുന്ന ബാങ്ക് വിവരങ്ങൾ പരിശോധിച്ച് ഒരു ബാങ്ക് സെലക്ട് ചെയ്ത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വരുമാനം നൽകുന്നതിനായി ഗ്രോസ് ടോട്ടൽ ഇൻകം മെനു ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷനാണ്. അതിനകത്ത് എ പാർട്ടിൽ വരുന്നത് സാലറി എക്സംഷൻ അഥവാ ശമ്പളത്തിൽ നിന്നും ഒഴിവാക്കാവുന്ന ഇനങ്ങൾ ഉണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്ത് അതിന് താഴെ തുക കൊടുക്കുക. ഇല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. നമുക്ക് ന്യൂ റെജിമിനകത്ത് എക്സംഷൻസ് വേറൊന്നും കിട്ടില്ല. 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഡേറ്റ ഫില്ല് ചെയ്യുമ്പോൾ ഫില്ല് ചെയ്യാം കേട്ടോ. ഡി ഇൻകം ഫ്രം സാലറി, ശമ്പളം ആ പേജിൽ വന്നിട്ടില്ല എങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൃത്യമായ ശമ്പളം, തൊഴിൽ നികുതി എന്നിവ നൽകി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സി എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ വായ്പയുടെ പലിശ നൽകുന്നതിനായി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ പ്ലസ് ആഡ് എഡിറ്റ് ഡീറ്റെയിൽസ് ഓഫ് ബ്രേക്കപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. പലിശ കാണിക്കുകയാണെങ്കിൽ സെൽഫ് ഓക്കുപ്പൈഡ് സെലക്ട് ഓൾ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ അത് അടിച്ചു കൊടുത്തിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഡി പോർഷനിൽ ഇൻകം ഫ്രം അതർ സോഴ്സസ്, പലിശ, കുടുംബ പെൻഷൻ പോലുള്ള വരുമാനം ചേർക്കുന്നതിന് പ്ലസ് ആഡ് അനദർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമാനം ഉണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്ത് വരുമാനം അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. 10. ഡിഡക്ഷൻസ് ഉറപ്പുവരുത്തുന്നതിന് ടോട്ടൽ ഡിഡക്ഷൻസ് എന്ന മെനു ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുക രേഖപ്പെടുത്തുക. 80D 80G മുതലായ കിഴിവുകൾ അല്ലെങ്കിൽ ഡിഡക്ഷൻസ് രേഖപ്പെടുത്തുന്നതിന് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ പേജ് തുകകൾ രേഖപ്പെടുത്തി കൺഫേം ചെയ്യുക. 11. ടാക്സ് പെയ്ഡ്, നാം അടച്ച നികുതി ഉറപ്പുവരുത്തുന്നതിനായിട്ട് ടാക്സ് പെയ്ഡ് ക്ലിക്ക് ചെയ്യുക. ഓരോരുത്തരും പിടിച്ചിട്ടുള്ള നികുതി വന്നിട്ടുണ്ടെങ്കിൽ കൺഫേം ചെയ്യുക. ഇല്ലെങ്കിൽ 26 ഫോം 26AS വന്നിട്ടുള്ള നികുതിയും ലഭിച്ച നികുതിയും പ്ലസ് ആഡ് അനദർ ഓർ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നികുതിയും ലഭിച്ച തുകയും രേഖപ്പെടുത്തി കൺഫേം ചെയ്യുക. 12. നികുതി ബാധ്യത ഉറപ്പുവരുത്തുന്നതിന് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി മെനു ക്ലിക്ക് ചെയ്യുക. ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഫോം 10E ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഫോം 10E തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണം. റിലീഫ് ഉണ്ടെങ്കിൽ തുക റിലീഫ് അണ്ടർ സെക്ഷൻ 89 കോളത്തിൽ ചേർത്ത് കൊടുക്കണം.
അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഉറപ്പ് വരുത്തിയതിനു ശേഷം കൺഫേം ചെയ്യുക. ഫോം 10E എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരുന്നതാണ്. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിവ്യൂ റിട്ടേൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ടാക്സ് ഇനി അടയ്ക്കാനുണ്ടെങ്കിൽ പേ ലേറ്റർ, പേ നൗ എന്ന മെനു കാണും. ഉടനെ പണം അടയ്ക്കുന്നുണ്ടെങ്കിൽ പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇ പേ ടാക്സ് സർവീസിന്റെ പോർട്ടലിൽ പോകുന്നുവെന്ന് ഒരു മെസ്സേജ് കാണിക്കും. അവിടെ നിങ്ങൾ കണ്ടിന്യൂ കൊടുത്ത് ഇവിടുത്തെ നമുക്കുള്ള അസസ്മെന്റ് ഇയറൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ഓഫ് പേയ്മെന്റ് കാണിക്കും, അവിടെ കണ്ടിന്യൂ കൊടുക്കുക. അടയ്ക്കുവാനുള്ള തുക എത്രയാണെന്ന് കാണിക്കും, കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് അടയ്ക്കേണ്ട ബാങ്ക് അല്ലെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാണ് അടയ്ക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. പേ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന അതിനകത്ത് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നന്നായിട്ട് വായിച്ചതിന് ശേഷം പേജിൽ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ടു ദി ബാങ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ടാക്സിന്റെ കോളത്തിൽ അടയ്ക്കേണ്ടുന്ന തുക എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോണിൽ വന്ന OTP അടിച്ചു കൊടുത്ത് അല്പസമയം കഴിയുമ്പോൾ ചെല്ലാൻ ജനറേറ്റ് ചെയ്യപ്പെടും. അതിൽ കാണുന്ന കോഡ് ഏതില് നമ്മുടെ ഈ ചെല്ലാനിൽ കാണുന്ന BSR കോഡ്, ദെൻ ചെല്ലാൻ നമ്പർ, തീയതി, തുക എന്നിവ റിട്ടേൺ സമ്മറിയിലുള്ള ടാക്സ് മെനു, ടാക്സ് പെയ്ഡ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെന്റ് ടാക്സ് പേയ്മെന്റ്സ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് അടിച്ചു കൊടുക്കുക, കൺഫേം ചെയ്യുക. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നാം നൽകിയിട്ടുള്ള വിവരത്തിന്റെ ആബ്സ്ട്രാക്റ്റ് കാണിക്കും. അത് പരിശോധിച്ചതിനു ശേഷം പ്രിവ്യൂ റിട്ടേൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പേജിന്റെ മുകൾ ഭാഗത്തുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് താഴെ പ്രൊസീഡ് ടു പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നാം രേഖപ്പെടുത്തിയ വിവരങ്ങൾ എല്ലാം നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. വളരെ നന്നായിട്ടെല്ലാം ചെക്ക് ചെയ്ത് ശരിയാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം പ്രൊസീഡ് ടു വാലിഡേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്ത വാലിഡേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ സബ്മിറ്റ് ചെയ്യുവാനാണെങ്കിൽ ഈ വെരിഫൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കണം. നമുക്ക് അനുയോജ്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെരിഫിക്കേഷൻ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ആധാർ OTP ആണ് ഉചിതം. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആധാർ OTP ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അടുത്ത് വരുന്ന ബോക്സിനകത്തുള്ള ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ യൂസിങ് OTP ഓൺ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ ടിക്ക് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഐ അഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ് എന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് ജനറേറ്റ് ആധാർ OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിൽ വരുന്ന 6 അക്ക സംഖ്യ അടിച്ചു കൊടുക്കുക. അതായത് ഒരു OTP ജനറേറ്റ് ആയി വരും, അതിനെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം വരുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് നിങ്ങൾക്ക് ലഭ്യമാകും, അല്ലെങ്കിൽ അവിടെ കാണിക്കും. ഇപ്പോൾ ITR1 ഫയൽ ചെയ്യുന്നത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വെരിഫിക്കേഷൻ വഴി റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട എന്നുള്ളവർ വെരിഫൈ വിയ ITRV മെനു ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മെയിലിൽ വരുന്നതിൻ്റെ പ്രിന്റ് എടുത്ത്
30 ദിവസത്തിനുള്ളിൽ ഈ വെരിഫൈ ചെയ്യാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. നികുതിദായകൻ ഒപ്പിട്ട് സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെന്റർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബംഗളൂരു 560500 എന്ന മേൽവിലാസത്തിൽ സാധാരണ സ്പീഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കണം. എന്തൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് താഴെ. പക്ഷേ ഈ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എന്താ പറയുന്നത്, നമ്മൾ ഈ വെരിഫൈ ചെയ്ത് അതിന്റെ റിസൾട്ട്, അതിന്റെ അക്നോളജ്മെന്റ് സ്ലിപ്പൊക്കെ നമുക്ക് മെയിലിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ആദായ നികുതി റിട്ടേൺ ITR ഫയൽ ചെയ്യുന്നതിനുള്ള പൊതു നിർദ്ദേശങ്ങൾ നമുക്ക് ആദായ നികുതി പോർട്ടലിൽ നിന്നും ലഭ്യമാണ്. വളരെ വ്യക്തമായിട്ടെല്ലാം നന്നായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ സഹായകരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ തരത്തിലുള്ള വീഡിയോകളും നമ്മുടെ ചാനലിൽ പല രീതിയിൽ ഇങ്ങനെ ഷഫിളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റുകൾ രേഖപ്പെടുത്താം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ കമന്റ് ബോക്സിൽ തരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും വരേക്കും. സൈനിങ് ഓഫ്. Triumph Achievers, a channel by Arun. Bye.